ഹലോ ഗായ്സ്, സരോവരം ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ദുബായ് ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നാൾ അബുദാബി ടെമ്പിളാണ് കാണിച്ചത്. ഇന്ന് നമ്മൾ ദുബായ് ടെമ്പിളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ദുബായിലെ ഇബൻ ബത്തൂത്ത മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ, തൊട്ടടുത്ത് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ദുബായ് ടെമ്പിൾ വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ തന്നെ ഒരു സിഖുകാരുടെ ടെമ്പിളും ഉണ്ട്, അതേപോലെ ചർച്ച്, ഓപ്പോസിറ്റ് സൈഡിൽ ചർച്ച് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ആ ഏരിയ കവർ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2-3 സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദുബായ് ടെമ്പിളിൽ മാത്രമേ കയറിയുള്ളൂ. സിക്കിൻ്റെ ടെമ്പിളിൽ കയറാൻ നിന്നപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണി വരെയുള്ളൂ കേട്ടോ അവിടുത്തെ ടൈം. അപ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ദുബായ് ടെമ്പിളിൽ മാത്രമാണ് കയറിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 8 o'clock കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കുറച്ച് നടക്കുകയാണ് കേട്ടോ. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നടന്നിട്ട് അങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ ചപ്പൽസൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് ഇതുപോലെ. പക്ഷേ ഉള്ളേരിയ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഇല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, പുറത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായുള്ളൂ, ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കയറ്റാൻ പാടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മുടെ അബുദാബി ടെമ്പിൾ പോലെ കുറേ കൊത്തുപണികളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാ ദൈവങ്ങളുടെയും പ്രതിരൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രതിരൂപങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതിയും, അതേപോലെ കൃഷ്ണനും രാധയും, ഹനുമാൻ, മൂകാംബിക ദേവി, അങ്ങനെ ലക്ഷ്മി ദേവി, അങ്ങനെ എല്ലാ ഒരുവിധപ്പെട്ടിട്ടുള്ള പ്രതിബിംബങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ സെക്ഷനാക്കി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു എന്താ പറയുക, വാവര് സ്വാമിയുടെ ഒരു സങ്കല്പം പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടെ മുസ്ലിം ഖുറാനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ വന്നിട്ട് ഖുറാൻ വായിക്കും. പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ബോയ്സ് ആണെങ്കിൽ ഒരു എന്താ പറയുക, ടവ്വിൽ തലയിൽ കെട്ടണം. അതുപോലെ ഗേൾസിനെ വെച്ചെങ്കിൽ ഷാൾ തലയിൽ കൂടി ഇട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ പോരുന്ന വഴിക്ക് നമുക്ക് സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രസാദമായിട്ട് സ്വീറ്റ്സ് തരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു പേടയുടെ ടേസ്റ്റാണ് കേട്ടോ. സ്വീറ്റ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റി. അവിടെ പുറത്ത് ഒരു നവഗ്രഹങ്ങളുടെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നവഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണും കേട്ടോ. നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക, എല്ലാവരും ഭയങ്കര ഒരു ഭക്തിമയത്തിലാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കേട്ടോ. നമ്മളുടെ ഇവിടുത്തെ അമ്പലത്തിനൊക്കെ ഒരു വേറിട്ട അനുഭവമാണ് അവിടുത്തെ അമ്പലം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വായോട്ടാ.